ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പെൻഡൻ്റ് ആണ് കേട്ടോ മേക്ക് ചെയ്ത് കാണിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഡബിൾ ഹോൾ കുന്തൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പേളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്യൂസ് സ്റ്റാറിലേക്ക് ഒരു ഗോൾഡൻ ബീഡ്, ചെറിയൊരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ 4 ഫ്യൂസ് സ്റ്റാർ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഫ്യൂസ് സ്റ്റാറിലെ പേൾ ബീഡ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു കുന്തൻ്റെ മുകൾ ഭാഗത്തായിട്ട്, അതായത് ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ കോർത്തിട്ട് നേരെ സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ നല്ല വലിച്ച് ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക. കാരണം ഇത് ലൂസായി വരാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അതിനാണ് നമ്മൾ കമ്പി എടുത്തിരിക്കുന്നത്. അതുപോലെ വലിച്ച് നന്നായിട്ട് ടൈറ്റാക്കുക. ഇനി ബാലൻസ് കമ്പി നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇതുപോലെ പ്ലെയർ വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. നിങ്ങൾക്ക് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. ഒരിക്കലും ലൂസ് ആവാൻ പാടില്ല. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അത് ടൈറ്റ് ആയാൽ മാത്രമേ അത് അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ വലിച്ച് ടൈറ്റാക്കി ബാലൻസ് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു കമ്പി നമ്മളതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇത് നമ്മുടെ മുകളിലേക്ക് വരുന്ന ഭാഗമാണ് മാലയുടെ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടിയിലേക്കുള്ള ഭാഗം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 3 എക്സ്ട്രാ വേറെ വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ അടിയിലും നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരെണ്ണം അതിലും ഞാൻ പറഞ്ഞ പോലെ ലൂസില്ലാതെ വലിച്ച് ടൈറ്റാക്കിയിട്ട് ചുറ്റി കൊടുക്കുക. എനിക്ക് പ്ലെയറിനേക്കാൾ ഈസി ആയിട്ട് കയ്യിൽ പിടിച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ എളുപ്പം. നിങ്ങൾക്ക് കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയർ വെച്ചിട്ട് വലിച്ചു കൊടുത്തോളൂ. അപ്പോൾ അതാണ് കറക്റ്റായിട്ട് നമുക്കത് അവിടെ ലൂസില്ലാതെ വരുള്ളൂ. പിന്നെ ഇതുപോലെ ബാലൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. 2-3 ചുറ്റേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അത് നോക്കണം നിങ്ങൾ കറക്റ്റായിട്ട് നിൽക്കുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ഈ 2 സൈഡിലേക്ക് നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. ഇനി അതേ ആ ഒരു ഹോളിലൂടെ നമ്മൾ അടുത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ബീഡ്സും ഇതുപോലെ ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒരെണ്ണം നേരെ അങ്ങോട്ടും ഒരെണ്ണം അതിന് ഓപ്പോസിറ്റായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുക. 2 കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുക്കുക. ഇതും നല്ലപോലെ വലിച്ചതിന് ശേഷം നമ്മളിതാ നമ്മുടെ ഓപ്പോസിറ്റ് കമ്പി വെച്ചിട്ടാണ് ചുറ്റി കൊടുക്കുക. അതായത് ബീഡിൻ്റെ അടുത്ത് നിൽക്കുന്ന കമ്പി വെച്ചിട്ട് അതിനെ ചുറ്റിയെടുക്കുക. അതായത് നമ്മളിപ്പോൾ ഇതാ ഈ ഒരു ഇടത്തെ സൈഡിലെ ബീഡിൻ്റെ കമ്പിയാണ് വലത്തെ സൈഡിലെ ബീഡിനെ ചുറ്റിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ ചുറ്റിലൊക്കെ സെയിം തന്നെ. ബീഡ്സിലെ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചുറ്റിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ചുറ്റിലൊക്കെ സെയിം അതേപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് തന്നെ ചുറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിലെ കമ്പി ഒട്ടും വിടരുത്, കാരണം അത് വിട്ട് കഴിഞ്ഞാൽ ഇത് ലൂസാവും. കാരണം ഈ നമ്മളിപ്പോൾ ചുറ്റുന്ന ബീഡിൻ്റെ കമ്പിയാണ് നമ്മുടെ അപ്പുറത്തെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അത് ലൂസാവാൻ പാടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് ചുറ്റി ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പെൻഡൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. 2-3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സിംഗിൾ പെൻഡൻ്റായിട്ടും ലോങ് ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണമെങ്കിൽ കമ്മലായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ സ്റ്റഡിൻ്റെ ബേസ്, ചെറിയ സ്റ്റഡ് ബേസ് എടുത്തിട്ട് കുന്തൻ സ്റ്റോണിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബീഡിൻ്റെ ബാക്കിലോ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റഡും യൂസ് ചെയ്യാം. ഇപ്പോൾ മാലയുടെ ഒപ്പം തന്നെ മാച്ചിനുള്ള സ്റ്റഡുമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പെൻഡൻറ്റ് മാത്രം ചെയ്യുന്നത് കാണിക്കുന്നത്. ഇനി ഇത് മാലയിലേക്ക് കോർത്ത് എങ്ങനെയാണ് വരുന്നതും കൂടി കാണിക്കുന്നുണ്ട്. ചെയിൻ മേക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ഇതാണ്. അതൊക്കെ ഒരുപാട് മാലകൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ജ്വല്ലറീസിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെയർ ആക്സസറീസിൻ്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കിക്കോളൂ കേട്ടോ. മാലകളൊക്കെ ചെയ്യുന്നതിൻ്റെ ബേസിക് ക്ലാസ്സൊക്കെ നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജ്വല്ലറി മേക്കിംഗ് ഫ്രീ ക്ലാസ്സിന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഫ്രീ ക്ലാസ്സിൽ നമ്മൾ മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ മുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് ഈ പെൻഡൻറ്റ് ഈ ഒരു ചെയിനിലേക്ക് ാണ് കൊടുക്കുന്നത്. നമ്മൾ പേളും ഗോൾഡും മിക്സ് ചെയ്തിട്ട് കോർത്ത് ഒരു ചെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിതാ ഈ ഒരു ലോക്കറ്റ് ഈ രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കുന്തൻ സ്റ്റോണിൻ്റെ ആ ഒരു മുകളിൽ വരുന്ന ആ ഒരു ഹോളിലൂടെയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ബീഡ് നമുക്ക് ഇതുപോലെ നെക്കിൻ്റെ ആ ഒരു മുകളിലേക്ക്, ബാക്കി താഴേക്കുമായിട്ടാണ് വരിക. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ബീഡ്സ് കോർത്ത് കൊടുത്തിട്ട് ഫിനിഷിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെൻഡൻറ്റ് വരുന്ന ചെയിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം.